ഹലോ നമസ്കാരം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്ററാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു A4ൻ്റെ 4 സൈഡിലും ഗ്രീൻ കളർ സ്കെച്ച് വെച്ചിട്ട് മാർജിൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഭാഗത്തായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. 4.5 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഞാൻ ഈ സർക്കിൾ വരച്ചിട്ടുള്ളത്. മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ്. ഇനി ഈ സർക്കിളിൻ്റെ ഏകദേശം ഒരു കാൽ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പാർട്ടിൽ കാൽ ഭാഗവും മറ്റേ പാർട്ടിൽ മുക്കാൽ ഭാഗവും. താഴെ ഭാഗത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഒരു ഏർത്താണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഏർത്തിൻ്റെ ഉള്ളിലുള്ള കോണ്ടിനെൻറ്റ്സ് ആണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭൂമിയിൽ ഹൈ പോപ്പുലേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചധികം ആളുകൾ തിങ്ങി നിൽക്കുന്നത് പോലെ വരച്ചു കൊടുക്കുകയാണ്. ഒരാളുടെ തലയും പിന്നെ ബോഡിക്ക് ഔട്ട്ലൈനും മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇത് ആളുകളാണെന്ന് തോന്നിയാൽ മാത്രം മതി. ഇപ്പം ഒരു ലെയർ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ലെയറിലും വരച്ചു കൊടുക്കാം. മുകളിലത്തേത് വരയ്ക്കുമ്പം താഴെയുള്ള 2 തലയുടെ സെൻറ്ററിലായിട്ടായിരിക്കണം മുകളിലത്തെ തല വരയ്ക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് 3 ലെയറും വരച്ചെടുക്കാം. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമിയുടെ മുക്കാൽ ഭാഗത്തോളം ജനങ്ങളുണ്ട്. ജനസംഖ്യ അത്രയും കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ജനസംഖ്യ കൂടുന്നത് കൊണ്ട് നമ്മുടെ ഭൂമിക്ക് തന്നെയാണ് ആപത്ത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിനെ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു കൈ വരച്ചു കൊടുക്കുകയാണ് നമ്മൾ. കയ്യിൽ താങ്ങി നിർത്തുന്നത് പോലെയാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും വരച്ചു കൊടുക്കാം. രണ്ട് കൈ വെച്ചിട്ട് ഭൂമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ഹൈ പോപ്പുലേഷനിൽ നിന്ന്. നമ്മൾ തന്നെയാണ് ഭൂമിനെ സംരക്ഷിക്കേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു പിക്ചറിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഡ്രോയിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതി കൊടുക്കാം. ജൂലൈ 11 സൈഡിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം. ഇതിന് ഞാൻ ആദ്യം ഒരു ജെൽ പെന്ന് വെച്ചിട്ട് ബോർഡർ കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് കളർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്കെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ മലയാളത്തിലാണ് പോസ്റ്റർ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക ജനസംഖ്യാ ദിനം എന്നെഴുതിയിട്ട് കളർ ചെയ്താൽ മതി. ഹിന്ദിയിലാണെങ്കിൽ വേൾഡ് ജനസംഖ്യാ ദിവസ് എന്നെഴുതിയാൽ മതി. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നെഴുതിയതിൻ്റെ സെൻറ്ററിലൂടെ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് കളർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഡബിൾ കളർ വെച്ചിട്ടാണ് എഴുതുന്നത്. ഈ ലൈനിൻ്റെ മുകൾ ഭാഗത്തെല്ലാം നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ലൈനിൻ്റെ താഴെ ഭാഗത്ത് റെഡ് കളറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. ബ്ലാക്കും വൈറ്റും അല്ലെങ്കിൽ യെല്ലോയും ഓറഞ്ചും, അങ്ങനെ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ജൂലൈ 11 ഞാൻ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഇനി എർത്തിൻ്റെ അകത്ത് കോണ്ടിനെൻറ്റ്സിനെല്ലാം നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ബാക്കി ഭാഗത്ത് സ്കൈ ബ്ലൂ കൊടുക്കുന്നുണ്ട്. ഇനി വരച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം നമുക്ക് പല കളേഴ്സായിട്ട് കൊടുക്കാം. തലയ്ക്ക് ബ്ലാക്കാണ് കൊടുക്കുന്നത്. കണ്ണും മൂക്കൊന്നും വരച്ചിട്ടില്ല. എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത് പോലാണ് വരച്ചിട്ടുള്ളത്. കൈക്ക് ഞാൻ കളർ കൊടുക്കുന്നില്ല. ഈ ജെൽ പെൻ വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. കളർ കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം. പക്ഷേ ഒരു പോസ്റ്റർ ആകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു സ്ലോഗൻ കൂടി വേണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എഴുതാനുള്ളത് നോക്കാം. ഇവിടെ എഴുതിയത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ താഴെയായിട്ട് കൊടുക്കാം. അവർ എർത്ത്
cannot carry the heavy load for long, so think about population control എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. താഴെ എഴുതുന്നത് more people equals to less space. എഴുതിയതിനെല്ലാം ഞാനൊരു ബോക്സിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് ഹെഡിങ് കൊടുത്തു. അതിനുശേഷം 2 സ്ലോഗൻസ് എഴുതി, പിന്നെ ഒരു ചെറിയൊരു പിക്ചർ കൂടി വരച്ചു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഈ ഒരു പോസ്റ്ററിൽ. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്ററാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ വരച്ചു നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഒരു ലൈക്ക് കൂടി ചെയ്തിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.